Okay, first case നമ്മൾ എന്ത് ചെയ്തു? First case is XL greater than XC. So in that case, we have drawn the voltage phasor for inductor, for capacitor, for resistor. And then what we have done is, we know that VL is greater than VC. So we have marked a point that is VL minus VC. So from this, we have drawn a resultant vector between VR and VL minus VC. And we have found out what is Z. ഇതേപോലെ തന്നെ നിങ്ങൾ അടുത്ത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കേസ് 2 ആയിട്ട് XC ഗ്രേറ്റർ ദാൻ XL എടുക്കുക. ഇവിടെ ഡിഫറൻസ് വരുന്നത് ഒരേ ഒരു കേസേ ഉള്ളൂ. I ഇൻറ്റു R പ്ലസ് J ഇൻറ്റു XC മൈനസ് XL വരും. മനസ്സിലായില്ലേ? XC മൈനസ് XL നിങ്ങൾ അങ്ങനെ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതായത് ഏത് റിയാക്റ്റൻസ് ആണോ ഗ്രേറ്റർ ആവുന്നത് അത് മൈനസ് അടുത്ത റിയാക്റ്റൻസ്, അങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ ബാക്കിയെല്ലാം സിമിലർ ആണ്. ഈ ഫേസർ ഡയഗ്രാം വരക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, VC ആണ് VC ഈസ് ഗ്രേറ്റർ ദാൻ VL. സോ ഇറ്റ് ഷുഡ് കം ദിസ് സൈഡ്, ഡൗൺ സൈഡിലാണ് നമുക്ക് ആ ഫേസർ വരേണ്ടത്. അങ്ങനെ പഠിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പഠിച്ച പോരെ? ഓക്കെ, ആ രീതി ആലോചിച്ച് നിന്നാൽ മതി. കൂടുതലായിട്ട് ഇതിൻ്റെത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വെൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, സോ XC മൈനസ് XL ഷുഡ് കം ഹിയർ, റിമൈനിങ് എവറിത്തിങ് ഈസ്, ആ ഒരു രീതി ഫോർമുലേറ്റ് ചെയ്താൽ മതി. XL മൈനസ് XC എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ XC മൈനസ് XL ആക്കിയാൽ മതി. ആൻഡ് ദ ലാസ്റ്റ് കേസ്, ഓക്കെ, XL ഈക്വൽ ടു XC, ആ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റും VL മൈനസ് VC എവിടെയാണ് വരച്ചത് നോക്കൂ. ഇറ്റ് ഈസ് ഓൺ ദ കറണ്ട് ഫേസർ. ആ പോയിന്റ് കറണ്ട് ഫേസറിൻ്റെ ആ പോയിന്റിലാണ് വരച്ചത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി, ദാറ്റ് ഈസ് VL ഈസ് നത്തിങ് ബട്ട്, or total voltage phasor is nothing but VR and it is equal to IR. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ XL XC ആവുന്നത് അപ്പോഴൊക്കെ എന്താണ്, XL XC ആവുന്നത് അപ്പോഴൊക്കെ അവിടെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, റിയാക്റ്റൻസ് ഇല്ല. ഓക്കെ, ഇങ്ങനെയൊരു കണ്ടീഷനെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് റെസൊണൻസ്. ഓക്കെ, അപ്പോൾ റെസൊണൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? വെൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈക്വൽസ് ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, there won't be any reactance present in the circuit, there will be only resistance. So this condition is known as resonance in RLC series circuit. Okay, അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, RLC സീരീസ് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ സർക്യൂട്ട്. ഏത് സർക്യൂട്ട്? ഈ ഒരു സർക്യൂട്ട് വരക്കണം. Okay, then you connect a resistance, inductor, then a capacitor here. So you connect it. Then you explain all this term. ഇതൊക്കെ സെയിം ആണ്. So V is equal to RMS value of applied voltage, I is equal to RMS value of current, and VC is the voltage drop across capacitor, and VL is the voltage drop across inductor, VR is equal to voltage drop across resistor. Okay, then you write the formula. VR is equal to IR. Okay, current into resistance is VR. VL is equal to JIXL. VC is equal to minus JXC. So that you can write. Okay, once you write that one, you can say that there are 3 cases if you consider inductive reactance and capacitive reactance. One is inductive reactance greater than capacitive reactance. Second is capacitive reactance greater than inductive reactance. Third one is capacitive reactance is equal to inductive reactance. So there are 3 cases. Okay, that is the first stage of explanation. Then you write case 1, that is inductive reactance greater than capacitive reactance. നമ്മൾ 3 എന്താ പറയുക, റെഫറൻസ് കറണ്ട് റെഫറൻസ് ഫേസർ ആയിട്ട് വരക്കുക, വോൾട്ടേജ് ഫേസർ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ വരക്കുക,
90 ഡിഗ്രി ലീഡ് ചെയ്യുന്ന രീതിയിൽ ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് ഫേസർ വരയ്ക്കുക, 90 ഡിഗ്രി ലാഗ് ചെയ്യുന്ന പോലെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഫേസർ വരയ്ക്കുക. So since voltage phasor of inductance and capacitance are opposite to each other, you find out the resultant VL minus VC. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതുക. ദെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് വി ആർ ഇസ് ഈക്വൽ ടു ഐ ആർ, വി എൽ ഇസ് ഈക്വൽ ടു ജെ എക്സ് എൽ, സോറി ജെ ഐ എക്സ് എൽ, ദെൻ വി സി ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഐ എക്സ് സി. എന്നിട്ട് സെഡ് എന്താണെന്ന് പറയാം. സിമിലർലി കേസ് 2 നേരെ മാറ്റിയാൽ മതി, എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ. ഡയഗ്രാം വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ലെങ്ത് കൂട്ടി വരക്കുക, മുകളിലത്തെ വി എല്ലിൻ്റെ ലെങ്ത് കുറക്കുക. ആൻഡ് ഈ മുകളിൽ വരച്ച സംഭവങ്ങളൊക്കെ ഏത് വരും? റെഫറൻസ് ആക്സിസിൻ്റെ താഴെ വരും. അതായത് ഈ ഡയഗ്രാം ഇങ്ങനെയായി. നിങ്ങൾ മറ്റേത് പോലെ എഴുതണം എന്നില്ല, യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ ഇക്വേഷൻ, ബിക്കോസ് കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞ ആൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിയാം. സെയിം ഇക്വേഷൻ എഴുതുക. സോ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി, യു റൈറ്റ് ഹിയർ എക്സ് സി മൈനസ് എക്സ് എൽ. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് അല്ലേ. ഈ ഇവിടെ എഴുതുന്ന എല്ലാ ഫോർമുലയും അപ്പുറത്തേക്ക് കോപ്പി ചെയ്യുക അല്ലേ. എക്സ് എൽ ഉള്ളടക്കിയൊക്കെ എക്സ് സി എഴുതുക, എക്സ് സി ഉള്ളടക്കിയൊക്കെ എക്സ് എൽ എഴുതുക. ഇപ്പം രണ്ടാമത്തെ കേസുമായി. ആൻഡ് ഇൻ ദ തേർഡ് കേസ്, എക്സ് എൽ ഈക്വൽ ടു എക്സ് സി, സോ വി എൽ മൈനസ് വി സി, ദ ലെങ്ത് ഓഫ് വി എൽ ആൻഡ് ലെങ്ത് ഓഫ് വി സി ആർ സെയിം, സോ വി എൽ മൈനസ് വി സി എക്സാക്ട്ലി ലൈസ് ഹിയർ. So there is no reactive component, only resistance. So the condition when XL is equal to XC and the circuit has only the property of resistance is known as resonance. അതും കൂടെ പറഞ്ഞ് അവിടെ അവസാനിക്കുക. ഓക്കെ, അത്രയും ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ ഓക്കെ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഓക്കെ നമുക്ക് പ്രോബ്ലം പോവാം. ഏതായാലും പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്നില്ല. ഓക്കെ, ഇത് എഴുതിയെടുക്കുന്നുണ്ടോ ഇപ്പം? ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് എഴുതിയെടുക്ക്. ഇത്ര മാത്രം ഒന്ന് വരച്ച് എഴുതിയെടുത്തട്ടെ. ജസ്റ്റ് കേസ് 2 XL greater than XC greater than XL എന്ന് എഴുതുക, ഫേസർ ഡയഗ്രാം വരയ്ക്കുക. And then you write the following these equations. Also you can write this equation also. Z is equal to, so what was the previous equation? Z is equal to I into R plus Z is equal to I into R minus plus XC plus J into XC minus XL. So this is the equation.
എഴുതിയാ? ഇത് കഴിഞ്ഞില്ലേ? Yes, sir. Okay. So we will do one problem. എന്നിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഫസ്റ്റ് ഇത് എഴുതിക്കോ പ്രോബ്ലം. ന്യൂമറിക്കൽ എ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 10 ohm റെസിസ്റ്റൻസ്. വാല്യൂസ് ഞാൻ റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 10 ohm റെസിസ്റ്റൻസ്, ദെൻ 15 മില്ലി ഹെൻറി ഇൻഡക്റ്റൻസ് ആൻഡ് 281 microfarad capacitance in series. Okay, the circuit consists of 10 ohm resistance, 50 millihenry inductance, and 281 microfarad capacitance in series. The supply voltage is 110 volt. Calculate the current when supply frequency is 150 hertz. Calculate the current, okay, when the supply frequency is 150 hertz. Okay, ഒന്നുകൂടെ വായിക്കുക. The circuit consists of 10 ohm resistance, 50 millihenry inductance, and 281 microfarad capacitance in series. The supply voltage is 110 volt. Calculate the current when supply frequency is 150 hertz. ഓക്കെ, ഇത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിവൺ ഡാറ്റ കളക്ട് ചെയ്യലാണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു കളക്ട് ഓൾ ദി ഗിവൺ ഡാറ്റ. സോ ദേ ഹാവ് ഗിവൺ റെസിസ്റ്റൻസ് 10 ohm. ഓക്കെ, ദാറ്റ് ഇസ് കറക്റ്റ്. സോ വൈൽ കോപ്പിങ് ജസ്റ്റ് അത് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. കോപ്പി ചെയ്യുന്ന സമയത്ത് അവിടെ 10 എന്ന് റീഡ് ചെയ്ത് ഇവിടെ വേറെ ഒന്നും എഴുതി പോകാൻ പാടില്ല. R is equal to 10 ohm. Then L is equal to 15 millihenry. That is nothing but 15 into 10 raised to minus 3. Milli means 10 raised to minus 3 Henry. Then C is equal to 281 microfarad. That is 281 into 10 raised to minus 6 farad. F is equal to 150 hertz. So that also given. So F is 150 hertz. That is given here. Then voltage is 110 volt. So they are asking us to find out current. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും തന്ന ഒരു പ്രോബ്ലത്തിൽ കറണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്നും നോക്കാതെ ഓംസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ അങ്ങ് എഴുതുക. I is equal to V by R എഴുതാൻ പാടില്ല, Z എഴുതണം, ഇംപിഡൻസ്. Only if there is only resistance you can write R. But if there are resistance and inductance, resistance, inductance, capacitance, or resistance and reactance, you have to write impedance Z. So I is equal to V by Z. So that is the formula. Now we have to find out what is Z. Z കണ്ടുപിടിക്കണം. Z കണ്ടുപിടിക്കാനാണ് തൊട്ട് മുന്നേ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നെങ്കിൽ ഈ ഒരു ഫോർമുല Z is equal to square root of R square plus XL minus XC square, അല്ലെങ്കിൽ XC minus XL square. ഈ രണ്ട് ഫോർമുലയിൽ ഏതെങ്കിലും ഒന്നായി യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് Z is equal to square root of R square plus XL minus XC square, ഓർ നമ്മളെ കേസ് 2 ആണ് എടുക്കേണ്ടത്. Z is equal to square root of R square plus XC minus XL square. ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കുക, നമുക്ക് എന്തൊക്കെ വേണം സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. വി നീഡ് എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടത് അലൻ? എക്സെല്ലും റെസിസ്റ്റൻസ് വേണോ? വേണം. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വേണോ? വേണം. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി XL അല്ലേ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പറയുന്നത് XL ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വേണം അല്ലേ? വേറെ എന്തെങ്കിലും വേണോ സെഡ് കണ്ടുപിടിക്കാൻ? വേണ്ട. ഫ്രീക്വൻസി ഫ്രീക്വൻസി വേണം. XL ഉം XC യും കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസി വേണം.
ഓക്കെ, സെഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 3 വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഈസ് സെഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സിക്സ് സ്ക്വയർ, അല്ലെങ്കിൽ സെഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ സ്ക്വയർ. ഈ 2 ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏതാണോ വലുത്, ഓക്കെ, ഏത് ഫോർമുല, ഈ 2 ഫോർമുലയിൽ ഏത് ഫോർമുല വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം സ്ക്വയർ ചെയ്യുന്ന സമയത്ത് അത് മൈനസ് ഉണ്ടെങ്കിൽ പ്ലസ് ആയി മാറിക്കോളും. ഏത് ഫോർമുല വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എക്സൽ. ദ ഫോർമുല ഫോർ എക്സൽ, എക്സലിന്റെ ഫോർമുല എന്താണെന്ന് ആദ്യം പറഞ്ഞ, പെട്ടെന്ന് പറഞ്ഞ, ഏതാ ഫോർമുല എക്സൽ? എക്സൽ ഈസ് 2 പൈ എഫ് എൽ അല്ലെ, ഒമേഗ എൽ അല്ലെങ്കിൽ 2 പൈ എഫ് എൽ ആണ് എക്സലിന്റെ ഫോർമുല. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പൈ ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ് നമുക്ക് തന്നത്? 150 ഹെർട്സ്. 150. 2 പൈ ഇൻറ്റു 150 ഇൻറ്റു എൽ. എല്ലിന്റെ വാല്യൂ നമുക്ക് എത്ര തന്നത്? 15 ഇൻറ്റു 10⁻³ ഹെൻറി. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണ് വാല്യൂ കിട്ടുന്നത്? 14.13. തൊട്ട് മുമ്പിൽ പറഞ്ഞ ആൾക്ക് എത്ര കിട്ടിയത്? 2 ഇൻറ്റു 3.14 ഇൻറ്റു 150 ഇൻറ്റു 15 ഇൻറ്റു 10⁻³. So that is nothing but 14.14 ohm. Now about XC. XC, the formula is 1 by omega c. നമ്മളത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1 by omega c ഓൾറെഡി ഡെറൈവ് ചെയ്തിട്ടുണ്ട്. XC is equal to 1 by omega c, that is 1 by 2 pi fc. So 1 by 2 pi fc. So 2 into 3.14 into value of frequency is 150, capacitance is 281 into 10⁻⁻⁶. XC-യുടെ വാല്യൂ കിട്ടുന്നുണ്ടോ? $3.77. 3.77. എല്ലാവർക്കും കിട്ടിയാ? അമർനാഥ് കിട്ടിയാ? കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ അമർനാഥെ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെഡ് ഇംപിഡൻസ് കണ്ടുപിടിക്കണം. സോ ഫോർമുല ഈസ് സെഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എക്സ് സി മൈനസ് എക്സ് എൽ എടുക്കാം, എക്സ് എൽ മൈനസ് എക്സ് സി എടുക്കാം. കാരണം സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് മൈനസ് ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. എക്സ് എൽ മൈനസ് എക്സ് സി സ്ക്വയർ. XL minus XC square. So that is the value of Z. അത് ട്രൈ ചെയ്ത് നോക്ക്, കാൽക്കുലേറ്ററിൽ കിട്ടുന്നുണ്ടോ? That is R square. Value of R is 10 ohm. R square is 100. And XL is just now we found out XL 14.14. XC is 3.776. So 14.14 minus 3.776 whole square plus 10 square. പിന്നെ ഇതിനൊക്കെ കോമൺ ആയിട്ട് ഒരു സ്ക്വയർ റൂട്ടും. അങ്ങനെയാണെങ്കിൽ സെഡ് എന്ന വാല്യൂ നമുക്ക് കിട്ടും. യെസ്, കറക്റ്റ് ആൻസർ ആണ്. 14.40. സെഡ് ഈസ് ഈക്വൽ ടു 14.40. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? വിഷ്ണു ഒക്കെ കിട്ടുന്നുണ്ടോ? സാർ കിട്ടിയില്ല, ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പം കിട്ടും. നിനക്ക് എക്സ് സി യു എക്സ് എൽ എല്ലാം കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, ചെയ്യും, മെല്ലെ ചെയ്താൽ മതി. അഭിനന്ദ് കേക്ക് കിട്ടുന്നുണ്ടോ? സാറേ ചെയ്യുന്നോ? ഓക്കെ.
14.40. 14.40 കറക്റ്റ് ആൻസർ ആണ്. സാറേ കറണ്ട് 7.63 കിട്ടുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, ചെറിയ വ്യത്യാസം. 7.638. ഞാനത് റൗണ്ട് ചെയ്തിട്ട് എഴുതിയതായിരിക്കും. ഇത് 7.64 ആണ്, റൗണ്ട് ചെയ്ത് എഴുതിയതാണ്. ഇങ്ങനെ തന്നെയായിരിക്കും കിട്ടുക കറക്റ്റ് ആൻസർ. 7.638. 8ന് നമ്മൾ 3ന് റൗണ്ട് ചെയ്തതാണ്. 64, 7.64 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? മനസ്സിലാവുന്നില്ലേ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന്? ഈസി പ്രോബ്ലം അല്ലേ? പക്ഷേ ഈ ഫോർമുല ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിരിക്കണം. ഫോർമുല എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, ഈ RL, RC, RLC ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആറും എല്ലും സിന്റെയും ഇൻഡിവിജ്വൽ ഡെറിവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ RL, RC, RLC നിങ്ങൾ പഠിക്കേണ്ടേ ആവശ്യമില്ല. ഈസി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനെ വെച്ച് മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലായോ? പ്യുവർ റെസിസ്റ്റൻസ്, പ്യുവർ ഇൻഡക്റ്റൻസ്, പ്യുവർ കപ്പാസിറ്റൻസിന്റെ എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം വരുന്നതെന്നും ഡെറിവേഷൻ വരുന്നതെന്നും ക്ലിയറായി മനസ്സിലാക്കി കഴിഞ്ഞാൽ RC, RL, RLC നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഒരു പ്രോബ്ലം കൂടെ തരട്ടെ അവസാനം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, കാരണം അടുത്ത ക്ലാസ്സിൽ എനിക്ക് 3 ഫേസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാൽ. ഒരു സിംഗിൾ പ്രോബ്ലം. റെഡിയാണോ എല്ലാവരും? ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആവും, ഞാനും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയോ? നിങ്ങൾ കണ്ടുപിടിച്ച് തരണം. വാട്ട് ഈസ് ദ വോൾട്ടേജ്? എ സീരീസ് RLC സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 20 ohm resistance and a 51 microfarad capacitance and a 25 millihenry inductor. If the source frequency is 50 Hz, the circuit current is 350 milliampere. What is the applied voltage? സോ സെയിം പ്രൊസീജിയർ ആണ്. XL, XC കണ്ടുപിടിക്കുക, Z കണ്ടുപിടിക്കുക, V is equal to IR. നേരത്തെ നമ്മൾ I is equal to V by Z ആണ്. അതിനൊരു V is equal to IZ എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് 20 ohm, capacitance 51 microfarad, that is 51 into 10 raised to minus 6 farad. Inductance L is equal to 25 millihenry, that is 25 into 10 raised to minus 3 Henry. So first you have to find out XL, that is 2 pi FL, that is 2 pi into 50 into 25 into 10 raised to minus 3. So that is the value of XL. XL കിട്ടിയ ആയിരിക്കെങ്കിലും ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയാ? ചെയ്തോണ്ടിരിക്കുന്നു. XL കിട്ടിയ പാടും പറ. 7.85 ohm. That is the value of XL. Correct ആണ്. XL is equal to 7.85 ohm. എല്ലാവരും കിട്ടുന്നുണ്ടോ നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറയാം.
Okay, XC 62.41. 62.41. 62.445 XC അല്ലേ? ഇത് കിട്ടി. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അമർനാഥ് കിട്ടിയോ? അമർനാഥ് കിട്ടിയാ? അടിപൊളിയാണല്ലോ. ബാക്കി ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടോ? എക്സലും XCയും? ആദർശ് പ്രേമൻ, നമ്മൾ അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? റെസിസ്റ്റൻസ് ഡയറക്റ്റ് തന്നിട്ടില്ലേ അല്ലേ? R = 20 ഓം തന്നിട്ടുണ്ട്. ആ സെഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അല്ലേ ആദർശേ? സെഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സെഡിന്റെ ഫോർമുല എന്താ? പോയോ ആദർശ്? പോയോ? ആദർശ് സെഡിന്റെ ഫോർമുല എന്താ? Z = √R² plus XL minus XC all square. XL മൈനസ്, നിങ്ങൾക്ക് രണ്ടും എടുക്കാം കേട്ടോ. XC മൈനസ് XL എടുക്കാം, XL മൈനസ് XC എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഹോൾ സ്ക്വയർ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. R is 20 ohm, XL is 7.85 ohm, XC is 62.445. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. വോൾട്ടേജ് നവീദിന് വോൾട്ടേജ് കിട്ടി 20.35. 35 വരുന്നുണ്ടോ നവീദ്? എനിക്ക് നോക്കട്ടെ, ബാക്കി എല്ലാവരും ചെയ്യട്ടെ. Sir, Z equal to 55.47. സെഡ് അല്ലേ? സെഡ് നോക്കാം. സെഡ് is equal to 50. 5.47. 55 ആണോ 58 ആണോ? ഒരു മിനിറ്റ് ഒന്നും കൂടെ നോക്കട്ടെ. ഓക്കെ. ഇവിടെ വിശക്കുന്നുണ്ടൊക്കെ പറയണേ. 58.9, sir. 58.15. Now we have calculated Z. So V is equal to, we know that V is equal to I into Z. So the value of I is 350 milliampere. Okay, milli marnu povan padilla. 350 into 10⁻³ into 58.15. 58.15. ഓക്കെ, അത് എത്ര കിട്ടുന്നുണ്ട് നോക്കുക എല്ലാവരും. ഓക്കെ, 20.33. ഓക്കെ, അത് റൗണ്ട് ചെയ്തിട്ട് ഞാനിത് ഇന്നലെ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പം റൗണ്ട് ചെയ്തിട്ട് എടുത്തായിരിക്കും 20.3 വോൾട്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ദൃശ്യം 2 എല്ലാം കണ്ടതല്ലേ അല്ലേ? അപ്പൊ ഈ പ്രോബ്ലത്തിന് ഒരു ടെയിൽ എൻഡ് കൂടി ഉണ്ട്. ടെയിൽ എൻഡ് എന്ന് പറയുന്നത്, ഈ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈഡ് വോൾട്ടേജ് 20 വോൾട്ട് ആണെങ്കിൽ, ഓക്കെ 20 വോൾട്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് വോൾട്ടേജ് എമംഗ് 3 കോമ്പണന്റ്, അതായത് ഓരോ കോമ്പണന്റിനും അക്രോസ് വോൾട്ടേജ് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓരോ കോമ്പോണന്റിനും അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ട്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? I ഇൻറ്റു സീരീസ് സർക്യൂട്ടിൽ I സെയിം ആണെന്ന് നമുക്കറിയാം അല്ലെ? I ഇൻറ്റു R ചെയ്താൽ ഏതിന് അക്രോസ് ഉള്ളത് കിട്ടും? റെസിസ്റ്ററിന് അക്രോസ് ഉള്ളത് കിട്ടും അല്ലേ? കിട്ടില്ലേ? I ഇൻറ്റു XC ചെയ്താൽ ഏത് കോമ്പോണന്റിന് അക്രോസ് ഉള്ളത് കിട്ടും?
കപ്പാസിറ്റർ ഐ ഇൻറ്റു എക്സ് എൽ ചെയ്ത ഏത് കോമ്പണന്റിൽ എക്സ് ഉള്ളത് കിട്ടും? അപ്പൊ ഇതും കൂടി ഒന്ന് എഴുതിയെടുത്തു. കാരണം ഇത് ചിലപ്പോൾ ഇനി ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഇസ് എ വോൾട്ടേജ് അക്രോസ് വി സി, വാട്ട് ഇസ് എ വോൾട്ടേജ് അക്രോസ് വി എൽ, അങ്ങനെയും കൂടി ചോദിക്കാം. അപ്പൊ ഇതും കൂടി ഒന്ന് എഴുതിയെടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ്? ഓക്കെ സർ. താങ്ക് യു സർ. ഓക്കെ, ബൈ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ.